ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ 37-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പുരുഷ സ്പർശനമേൽക്കാത്ത പരിശുദ്ധ മറിയം ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും വന്ധ്യയും പ്രായം കവിഞ്ഞോളുമായ എലിസബത്ത് പ്രസവിക്കുന്നതും മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അസാധ്യമെന്ന് ഈ ലോകവും നമ്മൾ തന്നെ കരുതുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നാം എല്ലാവരും. അങ്ങനെയെങ്കിൽ നാം എന്തു ചെയ്യണം? വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കാം. എന്താണോ പരിശുദ്ധ മറിയവും എലിസബത്ത് സക്കറിയ ദമ്പതികളും തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് അതുതന്നെ നമുക്കും ചെയ്യാം. ഇരു കൂട്ടരും തങ്ങളോട് പറയപ്പെട്ട വചനം കേട്ടു, സ്വീകരിച്ചു, വിശ്വസിച്ചു. പ്രതിഫലമോ ഈ ലോകം അസാധ്യമെന്ന് കരുതിയിരുന്നവ അവർക്ക് ലഭിച്ചു. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലും അസാധ്യമെന്ന് ഈ ലോകം മുഴുവനും എന്നെക്കുറിച്ച് കരുതുന്നവ എൻ്റെ ജീവിതത്തിലും സാധ്യമാകാൻ ഞാനും ഇതെന്ന് പ്രവർത്തിച്ചാൽ മതിയാവുമല്ലോ. ദൈവവചനം കേൾക്കണം, ജീവിതത്തിൽ വിശ്വസിക്കണം, നിഷ്കളങ്ക ഹൃദയത്തോടെ സ്വീകരിക്കണം. ഈ കൃപ നൽകി ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.